ഹലോ ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ധന്യാസ് ലിറ്റിൽ വേൾഡ്. കടയിൽ പോയപ്പോൾ വലിയ തരക്കേടില്ലാത്ത കോളിഫ്ലവർ ഇരിക്കുന്നുണ്ട് കേട്ടോ. അന്നൊന്ന് വാങ്ങിച്ചൊരു ഗോബി മഞ്ചൂരി ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു. അതിൻ്റെ റെസിപ്പി നിങ്ങളെ ഇവിടെ കാണിച്ചു തരാം. എല്ലാവരും വേഗമായോ, നമുക്ക് ഗോബി മഞ്ചൂരി ഉണ്ടാക്കാം. ഞാൻ വാങ്ങിച്ചത് ഒരു 600 ഗ്രാം ഉണ്ട്. അപ്പോൾ അതാ കഴുകി വൃത്തിയാക്കി ഉപ്പും മഞ്ഞളും കൂടെ ചേർത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പുഴുവൊക്കെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് നല്ല ശ്രദ്ധിച്ച് നോക്കിയിട്ട് വേണം ഇത് ചെറിയ കഷ്ണങ്ങളാക്കി വെക്കാൻ. ഒരു 15 മിനിറ്റ് ഞാനിങ്ങനെ ഉപ്പും മഞ്ഞളും വെള്ളത്തിലിട്ട് വെച്ചു. അതിനുശേഷം വെള്ളം പോകാൻ വേണ്ടി ഒരു സ്ട്രെയിനറിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളിനി വറുത്തെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കിംഗ് ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് ഒരു സ്റ്റീമറിലൊന്ന് ആവി കയറ്റുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കിംഗ് ടൈം കുറയ്ക്കാം, അതിന് വേണ്ടിയിട്ടാണ്. ഡയറക്റ്റായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം, കുഴപ്പമൊന്നുമില്ല. ആവി കയറ്റുവാണെങ്കിൽ നല്ലത്. ഒരു 10 മിനിറ്റ് ഒന്ന് ആവി കയറിയാൽ മതി. ഇപ്പോൾ നന്നായി ആവി വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ തീ ഓഫാക്കി. ഇനി ഞാൻ വീണ്ടും സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ അകത്ത് വെള്ളമൊക്കെ ഒന്ന് നന്നായി പോട്ടെ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ അതിന് മുമ്പ് ഇതിൻ്റെ ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. 3 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ആവശ്യത്തിന് ഉപ്പ്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 2 സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചാൽ മതി. ഇനി നമുക്കിനി കുറച്ച് വെള്ളം ചേർത്ത് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം. വെള്ളം ഒരുപാട് കൂടി പോകരുത്, അതുകൊണ്ടാണ് കുറേശ്ശെ ഒഴിച്ച് നമ്മളിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത്. നോർമൽ വാട്ടറാണ് ഒഴിക്കുന്നത്. ഇപ്പം ഞാനത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ് വേണം, ഒത്തിരി ലൂസായി പോകരുത്. ഇത് നമുക്ക് കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അതൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇത് കുത്തി ഇളക്കരുതേ, സാവകാശം ഇളക്കി ഈ കോളിഫ്ലവറിലേക്ക് എല്ലാ കോളിഫ്ലവറിലേക്കും ബാറ്റർ ആയി എന്ന് ഉറപ്പ് വരുത്തണം. സാവകാശം മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ വെച്ചോ കൈ വെച്ചോ എങ്ങനെ വേണമെങ്കിലും, കൈ കൊണ്ടോ എങ്ങനെ വേണമെങ്കിലും കോട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനൊരു അരമണിക്കൂർ മുതൽ 3/4 മണിക്കൂർ വരെ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. ഫ്രീസറിലൊന്നും വെക്കണ്ട, ഫ്രിഡ്ജിൽ വെക്കാം. അതിന് ശേഷം ഇത് നമുക്ക് ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറേശ്ശെ ഇട്ട് ഫ്രൈ ചെയ്താൽ മതി. 2-3 ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നല്ല കളറാവുന്ന സമയത്തെടുത്ത് വാങ്ങി വെക്കാം. ഇതിൻ്റെ അകത്ത് ഞാൻ കളറൊന്നും ചേർക്കുന്നില്ല. നമ്മൾ ഹോട്ടലിൽ നിന്ന് കിട്ടുന്നതിനൊക്കെ കളർ ചേർക്കാറുണ്ട്, അതുപോലെ നജിനാമോട്ടയൊക്കെ ചേർക്കലുണ്ട്. നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റിനൊന്നും ഒരു കുറവും വരുത്തുമില്ല. ഒരു കളറ് വേണമെന്നുള്ളവർക്ക് ഒരു ഫുഡ് കളറ് ചേർക്കാം, പക്ഷെ ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. നമ്മൾ ഹെൽത്തി ആയിട്ടല്ലേ ഉണ്ടാക്കുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കംപ്ലീറ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് ഓയിൽ തന്നെയാണ്, ഞാൻ ഈ വറുത്ത ഓയിൽ തന്നെയാണ് ചേർത്തിട്ടുള്ളത്. അതിലേക്ക് 1 സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 2-3 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. 2-3 അല്ലി വെളുത്തുള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ, അത് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതും ചെറുതായിട്ട് അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്കുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുക്കണം. ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അതുപോലെ തന്നെ പച്ചമുളക് നമുക്ക് ആവശ്യമുണ്ട്. ഒരു 3 പച്ചമുളക്. ചെറുതായി അരിയണമെങ്കിൽ അങ്ങനെ അരിയാം. ഞാൻ പിള്ളേരുള്ളത് കൊണ്ട് ഇനി കടിച്ചു പോണ്ടാലോ എന്ന് ഓർത്തിട്ട് കുറച്ച് വലുതായിട്ട് തന്നെ എടുത്തേക്കുന്നത്. എരിവ് നല്ല ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം കേട്ടോ. പിള്ളേർ കഴിക്കേണ്ടത് കൊണ്ട് 3 പച്ചമുളക് എടുത്തിട്ടുള്ളേ. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഐറ്റം അല്ലേ, വെജിറ്റേറിയൻസിനൊക്കെ പ്രത്യേകിച്ച് ഗോബി മഞ്ചൂരി. ഇതാ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് വഴന്ന് കിട്ടാനാണ്. ഉള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വിനാഗിരി, 3 ടീസ്പൂൺ സോയാ സോസ്, 5 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, കുരുമുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാര, അതൊരു 1/2 ടീസ്പൂൺ മതി. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിന് നമുക്ക് കുറച്ച് തിക്കായിട്ടുള്ള ബാറ്റർ വേണമല്ലോ, ഗ്രേവി വേണമല്ലോ. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്ത് സാധാരണ വെള്ളത്തിൽ കലക്കിയിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കോൺഫ്ലവർ ഇല്ല എങ്കിൽ മൈദ ഉപയോഗിച്ചാലും മതിയേ. മൈദ കുറച്ച് വെള്ളത്തിൽ നല്ല കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് ഉടച്ചെടുക്കുക. അത് ഇതിലേക്ക് ചേർത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നോടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് നല്ല ഗ്രേവി ആയിട്ടാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർക്കുക. ഇനി കുറച്ച് തിക്ക്, ഇത് ഒന്ന് തിളയ്ക്കുന്ന സമയത്ത് ഇതൊന്നും കൂടെ കുറുകി വരും. പ്രത്യേകിച്ച് നമ്മൾ കോൺഫ്ലവറൊക്കെ ചേർത്തത് കൊണ്ട് ഇത് നല്ല തിക്കായിട്ട് മാറും. അപ്പം അതിനനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള ഗ്രേവിക്കനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ സമയത്ത് ഉപ്പും പുളിയും അതിൻ്റെ മധുരമൊക്കെ ഒന്ന് നോക്കുക. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 600 ഗ്രാം കോളിഫ്ലവറിൻ്റെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന കോളിഫ്ലവറിനനുസരിച്ച് ഈ അളവിൽ മാറ്റം വരുത്തേണ്ടതാണ്. ഇനി നമുക്കത് ഗ്രേവി നന്നായി തിളച്ച് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കോളിഫ്ലവർ ഒന്ന് വറുത്തെടുക്കുന്ന സമയം, അതായത് നമുക്കിതിന് വലിയ സമയമായിട്ട് വേണ്ടതുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളേ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ക്യൂബായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുകയാണ്. ഒരു സവാള ഇച്ചിരി വലുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ക്യാപ്സിക്കം, അതും ക്യൂബായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചേക്കുന്നതാണ്. ഇത് നമുക്ക് അതുപോലെ തന്നെ ഉള്ളിത്തണ്ടില്ലേ, നമ്മുടെ സ്പ്രിംഗ് ഒനിയൻ ഇല്ലേ ഗ്രീന്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ കഴിക്കുന്ന സമയത്തൊരു കടിക്കാൻ കിട്ടണം, അതുകൊണ്ടാണ് ഈ സമയത്ത് ചേർക്കുന്നത്. ഇനി ഒന്ന് ആവി കയറിയാൽ മതി. അപ്പോൾ അതൊന്ന് വാടി വന്നോളൂ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിലർ ഈ സമയത്ത് മല്ലിയില ചേർക്കും, വേണമെങ്കിൽ ചേർക്കാം, ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് 1-2 കാര്യം കൂടെ ചെയ്യണം. കുറച്ച് കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് നല്ലെണ്ണ, ഒരു 2 സ്പൂൺ നല്ലെണ്ണ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് നല്ലൊരു ഫ്ലേവർ തരും കേട്ടോ കോളിഫ്ലവറിന്. അതും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഗോബി മഞ്ചൂരിയൻ ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റി ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പം, ചപ്പാത്തി, പൊറോട്ട ഇതിൻ്റെയൊക്കെ കൂടെ പറ്റിയൊരു കോമ്പിനേഷനാണ്. ഞങ്ങളിവിടെ ചപ്പാത്തി ആട്ടോ ഉണ്ടാക്കിയത്. ഇതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. കുറച്ച് ഗ്രേവി ആയിട്ട് വേണ്ടവർക്ക് വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം വരുത്തിയാൽ മതിയേ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരാം. താങ്ക് യു.